ഇതിനകത്ത് ഷിജു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധം ഗുരുതരമായി പരിക്കേറ്റ് വലിയ ആക്രമണമാണ്, വളരെ ആസൂത്രിതമായ ഒരു ആക്രമണം തന്നെയാണ് അരങ്ങേറിയത്. കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടന്ന ആക്രമണം എന്ന നിലയിലാണോ ഇതിനെ ആകെ ഡിവൈഎഫ്ഐ മനസ്സിലാക്കുന്നത്? ആൾക്കൂട്ട ആക്രമണം സംഭവിച്ചിരിക്കുന്നു, വളരെ കൃത്യമായ ക്രിമിനൽ സംഘം. പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഇപ്പോൾ ഒന്നാം പ്രതിയായി വന്നു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്. KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇതിലുണ്ട്, ഈ പ്രതിപ്പട്ടികയിലുണ്ട്. ഇവരെയൊക്കെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ക്രിമിനൽ സംഘം, മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള ആളുകൾ, അങ്ങനൊരു ക്രിമിനൽ സംഘം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കിയതാണോ ഇത്? എന്താണ് മനസ്സിലാക്കുന്നത് ഇതേക്കുറിച്ച്? ഈ നഗരൂരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വിവരം ലഭിച്ചയുടനെ 8-ാം തീയതി രാത്രിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ DYFIയുടെ സഖാക്കളൊക്കെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നഗരൂര് പിന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിനു മുമ്പോ മറ്റോ ഏതെങ്കിലും ഒരു സംഘർഷ പ്രദേശമോ ഒന്നുമല്ല, സംഘർഷ സാധ്യതയുള്ള ഒരു സ്ഥലവുമല്ല. അപ്പോൾ ഞാനും DYFIയുടെ ജില്ലാ പ്രസിഡന്റ് അനൂപുമായിട്ട് ഫോണിൽ സംസാരിച്ചു, അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയെ കോൺടാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും ഒരു പക്ഷേ വളരെ ഞെട്ടലുളവാക്കും വിധത്തിലാണ് എല്ലാവരുടെയും ഇക്കാര്യത്തിലെ പ്രതികരണം. കാരണം ഇങ്ങനെ ഒരു മാരകമായ ഭീകരമായ ഒരു ആക്രമണത്തിന് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനെ പോലൊരു സംഘടന അവിടെ തയ്യാറെടുത്തത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ സഖാക്കളെല്ലാം ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്, മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെല്ലാവരും എത്തി ആദ്യം അവിടെ പിന്നെ DYFIയുടെ പിന്നെ മുൻ മേഖലാ പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് പിന്നെ അഫ്സലിനെ ഞങ്ങൾ കാണുകയാണ്. മാരകമായ ആക്രമണമാണ് അഫ്സലിന് നേരായിട്ട് ഉണ്ടായത്. അദ്ദേഹത്തെ കാണുമ്പോഴൊന്നും അദ്ദേഹത്തിന് ബോധമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഡോക്ടർമാർ കൂടെ വന്ന ആളുകളോട് ചോദിക്കുകയാണ്, അദ്ദേഹം പിന്നെ ഈ ആക്രമണത്തിന് ശേഷം എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഒരു മുഖത്തൊരു അനക്കം ഉണ്ടായോ, ശബ്ദം ഉണ്ടായോ, അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചു? അപ്പോൾ വളരെ വളരെ പിന്നെ അത്തരമൊരു സഖാക്കളെല്ലാം വളരെയധികം ഈ ആക്രമണത്തിൽ ഒരു ഞെട്ടലാണ് അവർ രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക്, അപ്പോഴാണ് നമ്മൾ ഗൗരവം കൂടുതൽ അറിയുന്നത്. അംബിക MLA പോലെ, അതുകൂടെ V ജോയിയെ പോലുള്ള ആളുകളൊക്കെ പിന്നെ വരികയും അവരുമായി ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ്, ഡോക്ടർമാരുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിനാകമാനം, പ്രത്യേകിച്ച് വയറിന് ചുറ്റും, നെഞ്ചിൽ, അതോടൊപ്പം തലയിൽ ഭീകരമായ ആക്രമണം, കല്ലും കമ്പിയും ഒക്കെ ചേർത്ത് വെച്ചുള്ള അടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു, പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതോടൊപ്പം DYFIയുടെ നിരവധി പ്രവർത്തകരാണ്. അതിൽ ഒരാളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരാളുടെ ഇതിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളിൽ ഒരുവൻ്റെ തുടയിൽ കമ്പി കൊണ്ട് ക്രൂരമായി കുത്തിയിറക്കിയിരിക്കുകയാണ്, രക്തപങ്കിലമാണ് അവിടെ എല്ലാം. അങ്ങനെ നിരവധി പേര്, അതോടൊപ്പം പിന്നെ ചില സഖാക്കളുടെ തോളെല്ലിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ അറിയുന്നു പിന്നെ എട്ടോളം സഖാക്കളിൽ 6 പേർ മെഡിക്കൽ കോളേജിലുണ്ട്. അതിനുശേഷം 2 പേർ അനന്തപുരി ആശുപത്രിയിലാണ്. എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ നെറ്റിയിൽ ഗുരുതരമായ ആക്രമണം സംഭവിച്ചിരിക്കുന്നു, തലയ്ക്ക് ചുറ്റും ആക്രമണം സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ അപ്പോഴാണ് ചാനലുകളിൽ വാർത്ത വരികയാണ്, മുഖ്യധാര ചാനലുകളിൽ DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്ന് പറഞ്ഞ് സ്ക്രോളിംഗ് വരികയാണ്. ഞാൻ അപ്പോൾ തന്നെ ചാനലിലെ സുഹൃത്തുക്കളെ വിളിച്ചു, നിങ്ങൾ ഈ കാണിക്കുന്നത് DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്ന് നിങ്ങൾ കാണിക്കുകയാണ്. ഏകപക്ഷീയമായ ആക്രമണമാണ് അവിടെ നടന്നത്. ഏതാണ്ട് 50ഓളം പേരടങ്ങുന്ന കാറിലും 2 വീലറിലും വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ മണ്ഡലം പ്രസിഡന്റ് സുഹൈലിൻ്റെയും അതോടൊപ്പം KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആലങ്കോട് പിന്നെ മുഹമ്മദ് സഹിലിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ കമ്പി, വടിവാൾ, അതോടൊപ്പം പിന്നെ മുളക് പൊടി, പാറക്കഷ്ണങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്ന് നിരപരാധികളായ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് നേരായി മാരകമായ ആക്രമണം
ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇപ്പോൾ മനോരമ പത്രത്തിൽ പിറ്റേ ദിവസം വന്ന വാർത്ത, ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം, 8 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഗുരുതര പരിക്ക്. സംഘർഷം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഇത് സംഘർഷമല്ല, ഇത് ഏകപക്ഷീയമായ ഭീകരമായ ആക്രമണമാണ്. നമ്മൾ മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയുന്ന ആൾക്കൂട്ട കൊലപാതക ശ്രമമാണ് അവിടെ നടന്നത്. നിങ്ങൾ കാണണം, നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ ആരാണ്? ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ എവിടെയാണ്? റിപ്പോർട്ടറിലെ ആളുകൾ എവിടെയാണ്? മാതൃഭൂമിയിലെ അടക്കമുള്ള ആളുകൾ, 24-ലെ ഹാഷ്മി എവിടെ പോയി? എവിടെയാണ് ഈ ചാനലിലെ അവതാരകന്മാർ? ഡിവൈഎഫ്ഐയുടെ നേതാവ് 48 മണിക്കൂറിലധികമായി വെന്റിലേറ്ററിലാണ്. എന്താണ്? ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചതാണോ? ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചതാണോ? സായുധരായ ചെന്നായിക്കൂട്ടത്തെ പോലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ വന്ന് ക്രൂരമായി കൊല്ലാൻ നടത്തിയ ശ്രമത്തിൽ ഭീകരമായി ജീവൻ തിരിച്ചു കിട്ടിയത് സെക്കൻഡുകളുടെ ഇടവേളയിലായിരിക്കും. വെന്റിലേറ്ററിലാണ് അദ്ദേഹം. അപ്പോൾ എവിടെയാണ് നമ്മുടെ ചാനൽ ബുദ്ധിജീവികൾ? എവിടെ പോയി? വലതുപക്ഷ മാധ്യമ ബുദ്ധിജീവികൾ എവിടെയാണ്? കൈരളി ചാനൽ ഇന്ന് രാവിലെ മുതൽ ഈ സംഭവം നടന്നത് മുതൽ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ശരത്തെ നമ്മുടെ ചാനൽ, കൈരളി ചാനൽ എന്ന് പറയുന്ന ഒരു മാധ്യമം ലോകത്തോട് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് ഡിവൈഎഫ്ഐയെയും SFIയെയും പോലുള്ള സംഘടനകളെ വലതുപക്ഷ മാധ്യമങ്ങൾ ചേർന്ന് വ്യാജ വാർത്തകൾ ചമയ്ക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ വെന്റിലേറ്ററിലാണ്. ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വരികയാണ്. ഈ 30 താഴെയുള്ള ചെറുപ്പക്കാർ എന്ത് തെറ്റ് ചെയ്തു? നിരപരാധികളാണ് തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളൊക്കെ സഹിച്ചും ആത്മസംയമനം പാലിച്ചുമാണ് കിളിമാനൂരിലെയും ഈ ജില്ലയിലെയും ഡിവൈഎഫ്ഐ ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്കറിഞ്ഞുകൂടെ ഇവരിപ്പോൾ സ്വീകരിച്ച ഭാഷ, ആ സമീപനം ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷേ നാടിൻ്റെ സമാധാനം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പോലീസ് കർശന നടപടി സ്വീകരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, എനിക്ക് സമയം കിട്ടുമെങ്കിൽ. ഈ സുഹൈലും അതോടൊപ്പം KSUവിൻ്റെ നേതാവ് പിന്നെ മുഹമ്മദ് സഹിലുമൊക്കെ നിസ്സാരക്കാരല്ല. അവരുടെ ചിത്രങ്ങൾ ഇന്നലെ പുറത്തു വന്നല്ലോ. KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനുമായി, പ്രതിപക്ഷ നേതാവുമായിട്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന, ഇവർക്കെല്ലാം ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. ഇവർ ആരെങ്കിലും സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞോ? നിരപരാധികളെ കൊല്ലാക്കൊല ചെയ്തത് തെറ്റാണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞോ? പിന്നെ ശരത്തെ ഷജീറിനെ ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം വരണം, അദ്ദേഹം പറയണം. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിൻ്റെ ജോലി ഇതാണോ? KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റിൻ്റെ ജോലി ഇതാണോ? ഞാൻ ഒരു കാര്യം, ഈ ക്രിമിനൽ സംഘം വാസ്തവത്തിൽ ഈ ജില്ലയ്ക്ക് ഏറ്റവും വലിയ അപകട ഭീഷണി, തീവ്രവാദ സ്വഭാവത്തിലല്ലേ, വൈദഗ്ധ്യമുള്ള തീവ്രവാദ സ്വഭാവത്തിലല്ലേ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്? ഇത് കേവലം ഒരു പരസ്പരമുള്ള തമ്മിലടി എന്നല്ല മാധ്യമങ്ങൾ എഴുതേണ്ടത്. ഇത്തരം ക്രിമിനൽ സംഘം കോൺഗ്രസ് വളർത്തുകയാണോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഷജീർ മറുപടി പറയണം, ശ്രീ VD സതീശൻ മറുപടി പറയണം. നിങ്ങൾ വളർത്തുന്ന ചെന്നായ്ക്കൂട്ടങ്ങളാണോ ഇവർ? ഈ ചെന്നായ്ക്കൂട്ടങ്ങളെ നിങ്ങൾ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണോ? തീർച്ചയായും ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ വെന്റിലേറ്ററിലാണ്. നിരവധി പേർ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ്. തീർച്ചയായും പോലീസ് കർശന നടപടി സ്വീകരിക്കണം. ഏത് തരത്തിലുള്ള ഉന്നത ഗൂഢാലോചന, ഞാൻ സംശയിക്കുകയാണ്, ഉന്നത ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ടെങ്കിലും അത് പുറത്തു വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശരി.